Hey guys, welcome back to my channel. So ഇന്ന് ഒരുപാട് നാളിന് ശേഷം പുതിയ ലൈറ്റിലൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം. പുതിയ റിംഗ് ലൈറ്റ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ആദ്യമായിട്ട് റിംഗ് ലൈറ്റിൽ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവേദി ക്ഷമിക്കുക. കാരണം ഞാൻ ഈ റിംഗ് ലൈറ്റ് ഉപയോഗിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലുതായിട്ടുള്ള ധാരണയൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഫ്രണ്ടിൽ നമ്മുടെ ക്യാപ്ഷൻ തമ്മിലൊക്കെ കിടപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് വളരെ ഒരു DIY, നമ്മൾ ഒത്തിരി നാളിന് ശേഷം ഒരു DIY പാക്ക് നമ്മുടെ ചാനലിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. ഇത് ഇതുവരെ നമ്മൾ സംസാരിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ എവിടെയും ഞാൻ മെൻഷൻ ചെയ്യാത്ത ഒരു സാധനമായിട്ടാണ്. ഒബ്വിയസ്ലി ഇതിൻ്റെ ഒരു ഓൾറെഡി ഒരു എന്താ പറയുക റിവ്യൂ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഗുണം ഇതിനുണ്ടെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ മിക്ക ആൾക്കാർക്കും അറിയില്ലായിരിക്കും. ഈവൻ എനിക്കും കൂടെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയ ശേഷം മാത്രമാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായി തുടങ്ങിയത്. സോ ഒരുപാട് സംസാരിച്ച് വഷളാക്കാൻ ലെവലിലേക്ക് കിടക്കാൻ ബിഫോർ ദാറ്റ് നിങ്ങളുടെ പുതിയതാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഓപ്ഷൻ കാണിക്കുന്നതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുള്ളൂ. സോ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ നവരാത്രിയൊക്കെ വരികയാണ്. നമുക്കറിയാം ഇപ്പോൾ 14-15 ഒക്കെ ആകുമ്പോഴത്തേക്ക് നവരാത്രി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ വെച്ചു നമുക്ക് നവരാത്രി സീരീസ് ആയിട്ട് എന്നാൽ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നവരാത്രിക്ക് ഒരു സ്കിൻ കെയർ ഒക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കാരണം നവരാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്രതത്തിൻ്റെയും ഒക്കെ ഉള്ള നാളുകളാണല്ലേ. വ്രതമൊക്കെ എടുക്കുക, ബുക്കൊക്കെ വയ്ക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നവരാത്രിക്ക് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വെച്ചു നോക്കി നമുക്ക് ആ ഒരു സമയത്ത് സ്കിന്നിനെ കൂടെ ഒന്ന് കെയർ ചെയ്ത് സ്കിന്നിനെ കൂടെ ഒന്ന് പൂജിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു DIY പാക്ക് എന്ന് പറയുന്നത് ആക്നി സ്കിന്നുള്ള ആൾക്കാർക്ക്, അതായത് നിങ്ങൾക്ക് മുഖത്ത് കുരു വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രൂവൻ ആയിട്ടുള്ള എന്താ പറയുക റിസൾട്ടാണ് ഇതിന്. അതായത് നിങ്ങൾക്ക് ഏത് വിധേന എത്ര നിങ്ങൾക്ക് ആക്നി ഉള്ള ആൾക്കാരാണെങ്കിലും ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാം. കാരണം റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയം വേണ്ട. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇട്ട് കഴിഞ്ഞിട്ടും അതിന് മുന്നും ശേഷമുള്ളതും കൂടെ പെട്ടെന്ന് കണ്ടിട്ട് വരും.
അപ്പോൾ ഈ ക്ലിപ്പിൽ നിങ്ങൾ ശേഷമുള്ള മുഖം കണ്ടിട്ടുണ്ടാവില്ല. ശേഷമുള്ള മുഖം ഇപ്പം ഞാൻ സംസാരിക്കുന്ന മുഖമാണ്. ശേഷമുള്ള മുഖം ഫീലിംഗ് എന്താ പറയുക, വളരെ ഭയങ്കര മോയ്സ്ചർ. നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു മുൾത്താണി മിട്ടിയിട്ടൊക്കെ മാസ്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ മുഖം എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഡ്രൈ ആവും. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആവാണ്ട് നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു മോയ്സ്ചറൈസേഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാസ്ക് ആട്ടോ ഇത്. ആൻഡ് ഇത് വന്നിട്ട് കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വൺസ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വളരെ ഭയങ്കര റിലാക്സ്, സ്കിൻ ലൈറ്റനിങ്ങിനൊന്നും ഇത് ഒബ്വിയസ്ലി കാലൻ ക്ലേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ സ്കിൻ ലൈറ്റനിങ്ങിന് തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ ഒരു മാസ്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും സ്കിൻ ലൈറ്റനിങ് അല്ല. എന്ന് കാര്യം ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ലൈറ്റൻ ആവാണ്ടിരിക്കുകയില്ല. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൻ ലൈറ്റനിങ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. കാലൻ എന്നാണോ അല്ല കോലൻ എന്നാണോ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. പക്ഷേ കാലൻ ക്ലേ നമുക്ക് സംസാരിക്കാം. സോ ഈ കാലൻ ക്ലേ എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ ചർമ്മത്തിലെ മോയ്സ്ചറൈസേഷൻ നിലനിർത്താനും അതുപോലെ തന്നെ നറിഷ്മെൻറ്റ് കൂട്ടാനുമായിട്ടാണ് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ചർമ്മം വളരെയധികം എന്താ പറയുക ഭയങ്കര വരളൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ആക്നീസ് വരും തടയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി മാസ്ക് വെക്കേണ്ട ആവശ്യമുണ്ട്. അത് സ്ഥിരമായിട്ട് എനിക്ക് മാസ്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പോകുമ്പോഴാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ട് എനിക്ക് വിയർപ്പ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ശരിക്കും നല്ലപോലെ വിയർക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തല്ല മുഖം കംപ്ലീറ്റ് ചെയ്യണം. എന്നാലും മെയിൻലി ഈ ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എപ്പോഴും ഈ ഒരു ക്ലേ എന്താ പറയുക ഈ ഒരു മാസ്ക് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഡെയിലി ബേസിസിൽ തന്നെ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുരു വരുന്നത് നിർത്തണമായിരുന്നു. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വെള്ളം നിറഞ്ഞിട്ടുള്ള കുരുകൾ ഒരുപാട് വരുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുഖം കാണാനും ബുദ്ധിമുട്ടാണ്, ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത് കേട്ടോ. ഈ കാലൻ ക്ലേ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന് മാത്രമല്ല ഹെയറിനും ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു മാസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടുമുള്ള വീഡിയോസിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ നവരാത്രി സീരീസിലെ ഒന്നാമത്തെ വീഡിയോ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് എന്നെ കാണാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ദേഷ്യം എന്നോട് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ദേഷ്യമൊക്കെ മാറ്റി വെച്ച് എന്നെ ഒന്ന് സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ പോയി ഫോളോ ചെയ്യുക. ഞാനിവിടെ കുറേ റീൽസ് എന്ന് പറഞ്ഞ കുറേ ദുരന്തങ്ങൾ ഇവിടെ ഇട്ട് കൂട്ടുന്നുണ്ട്. അത് കാണാൻ ആരുമില്ല. അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ ആവുമായിരുന്നു. സോ അവിടെ കൂടുതൽ പറ്റുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേനും ബൈ.